അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനോട് ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വംശം. അപ്പോൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം നമുക്ക് നോക്കാം. 53 ഖിയാമത്ത് നാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 ഹാഷിമി മൂസ അലൈഹിസ്സലാം. അപ്പോൾ ഒന്നാമത്തതിനോട് യോജിച്ച ഉത്തരം ഹാഷിമി എന്നാണ്. നബി തങ്ങളുടെ വംശം ഹാഷിമി. രണ്ടാമത്തത്, മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് അതെത്രയായിരുന്നു? 53. അപ്പോൾ അവിടെ എഴുതാനുള്ളത് 53. മൂന്നാമത്തത്, മാതാവ് മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രാം വയസ്സിലായിരുന്നു ഉമ്മ മരിച്ചത്? 6. അപ്പം മാതാവ് മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് 6. ഇനി നാലാമത്തത്, ഈ ലോകം നശിക്കുന്ന നാളിന് പറയുന്നു. എന്താണ് പറയുന്നത്? ഖിയാമത്ത് നാൾ. അപ്പം ഈ ലോകം നശിക്കുന്ന നാളിന് പറയുന്ന പേരാണെന്ത്? ഖിയാമത്ത് നാൾ. ഇനി അഞ്ചാമത്തത്, എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആറാമത്തത്, തൗറാത്ത് ലഭിച്ച നബി മൂസ അലൈഹിസ്സലാം. അപ്പം നമ്മൾ 4 കിതാബുകൾ പഠിച്ചിട്ടുണ്ട്: തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. അപ്പം സബൂർ ഇറക്കിയത് ആർക്കാണ്? ദാവൂദ് നബി അലൈഹിസ്സലാമിനാണ്. ഇഞ്ചീൽ ഈസാ നബി അലൈഹിസ്സലാമിന്. തൗറാത്ത് മൂസ നബി അലൈഹിസ്സലാമിന്. പിന്നെ ഖുർആൻ ഷരീഫ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അപ്പോൾ തൗറാത്ത് ലഭിച്ച നബിയാണ് മൂസ അലൈഹിസ്സലാം. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം, വ്യക്തമാക്കാം. അപ്പോൾ താഴെ 4 സംഭവങ്ങൾ പറയുന്നുണ്ട്, 4 ചോദ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് നേരെ എന്താക്കുക? വ്യക്തമാക്കി എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തത്, ആദ്യത്തെ നബി ആരാണ്? ആദം അലൈഹിസ്സലാം. അപ്പോൾ ആദ്യത്തെ നബി ആദം അലൈഹിസ്സലാം എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇഞ്ചീൽ ലഭിച്ച നബി. ഇഞ്ചീൽ ആർക്കാണ് ലഭിച്ചത്? ഈസ അലൈഹിസ്സലാമിനാണ്. അപ്പോൾ അവിടെ ഈസാ നബി അലൈഹിസ്സലാം എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത്, ജീവികളിൽ ഉത്കൃഷ്ടർ. അപ്പോൾ ജീവികളിൽ ഉത്കൃഷ്ടരാരാണ്? മനുഷ്യരാണ്. അപ്പോൾ ജീവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? മനുഷ്യർ. അപ്പോൾ ജീവികളിൽ ഉത്കൃഷ്ടർ ആരാണ്? മനുഷ്യർ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മനുഷ്യർ എന്ന് എഴുതി കൊടുക്കുക. ഇനി നാലാമത്തത്, തീറ്റയും കുടിയും ഇല്ലാത്തവർ. തീറ്റയും കുടിയും ഇല്ലാത്തവർ ആരാണ്? മലക്കുകളാണ്. അപ്പോൾ അവിടെ മലക്കുകൾ എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ഭാഗം, മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നു ആർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നത്? അപ്പം അതിൻ്റെ ഉത്തരം, ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നാം പറയണം എന്ത്? അപ്പം നാളെ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുകയാണ്. അപ്പം അത് ഇന്ന് പറയുകയാണെങ്കിൽ ആ നടക്കാൻ പോകുന്ന കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു വാക്ക് പറയണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഇൻഷാ അള്ളാഹ്. അപ്പോൾ നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നാം പറയണം എന്ത്? ഇൻഷാ അള്ളാഹ് എന്നുള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലെ എവിടെയാണ് ഖബറടക്കപ്പെട്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ എവിടെയാണ് ഖബറടക്കപ്പെട്ടത്? അപ്പോൾ അതിൻ്റെ ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവി താമസിച്ചിരുന്ന വീട്ടിൽ. നബിയുടെ ഖബർ എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ
ആയിഷ ബീവി താമസിച്ചിരുന്ന വീട്ടിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറടക്കപ്പെട്ടത്. ഇനി 4ാമത്തെ ചോദ്യം, പ്രധാനികളായ 10 മലക്കുകളിൽ നിന്ന് 3 പേർ എഴുതാം. അപ്പോൾ 3 പേരെ എഴുതാം. അപ്പോൾ ഏതൊക്കെയാണ് ആ 10 മലക്കുകൾ നമുക്കൊന്ന് നോക്കാം. 1 ജിബ്രീൽ അലൈഹിസ്സലാം, 2 ഇസ്രാഫീൽ അലൈഹിസ്സലാം, 3 മുൻകർ അലൈഹിസ്സലാം, 4 മീകായിൽ അലൈഹിസ്സലാം, 5 അസുറായിൽ അലൈഹിസ്സലാം, 6 നക്കീർ അലൈഹിസ്സലാം, 7 റഖീബ് അലൈഹിസ്സലാം, 8 അതീദ് അലൈഹിസ്സലാം, 9 മാലിക് അലൈഹിസ്സലാം, 10 റിദ്വാൻ അലൈഹിസ്സലാം. അപ്പം ഈ 10 പ്രധാനികളായ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നും 3 ആളുകളുടെ പേര് മാത്രം എന്താക്കുക, അവിടെ എഴുതി കൊടുക്കുക. ഇനി 5ാമത്തത്, ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? അപ്പോൾ നമ്മൾ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ അൽഹംദുലില്ലാ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം. മഴ പെയ്തപ്പോൾ 2 പേർ കയറി നിന്നു, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു എന്നൊക്കെ പറയുന്ന ഒരു പാഠം. അപ്പം അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എന്താണ് സംഭവിക്കുക? ജീവികളും കൃഷിയും ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും എന്ത് നിർബന്ധമാണ്? വെള്ളം വേണം അല്ലേ? ആ വെള്ളം കിട്ടണമെങ്കിൽ മഴ ലഭിക്കണം. അപ്പോൾ ഈ മഴ ഇല്ലെങ്കിൽ എന്തുണ്ടാവുകയില്ല? വെള്ളം ഉണ്ടാവുകയില്ല. വെള്ളം ഉണ്ടായിട്ടില്ലെങ്കിൽ ജീവികളും കൃഷികളും ഒന്നും ഉണ്ടാവില്ല. അപ്പം 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇത്, ജീവികളും കൃഷിയും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഇനി 6ാമത്തെ ചോദ്യം നോക്കാം. നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിശ്വസ്തരുമാണവർ ആര്? നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിശ്വസ്തരുമാണവർ ആര്? ആരാണ്? അംബിയ മുർസലുകൾ. അപ്പം അംബിയ മുർസലുകളാണ് നല്ല ബുദ്ധിയുള്ളവർ. അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിയായിരിക്കും. പിന്നെയോ വിശ്വസ്തരുമായിരിക്കും, പരമ വിശ്വസ്തരുമായിരിക്കും അംബിയ മുർസലുകൾ. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം നോക്കാം. അർത്ഥം എഴുതാം. 1 അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. സർവ്വസ്തുതിയും ആർക്കാണ്? അള്ളാഹുവിനാകുന്നു എന്നാണ് അർത്ഥം. അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ അർത്ഥം എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.